കണ്ട ഒരുത്തൻ്റെ കയ്യിലുണ്ട് മറ്റേ ക്യാമറയുടെ ഇത്. കറണ്ട് പോയച്ച് അവൻ്റെ ബൈക്ക് അവിടെ ഇരിക്കുന്നു കണ്ടോ, അവൻ പോയി. ഒപ്പം മറ്റവനും എടുത്തോണ്ട് പോയി. ഇപ്പം പോകും കണ്ടോ, അവനും പോയണ്ടോ, ഇപ്പം വരും തിരിച്ചു വരും. അവൻ എന്തോ മറന്നു പോയിട്ട്. അതായത് 2:50 2:47 അവരുടെ ക്യാമറ നോക്കിയാൽ അപ്പുറം കണ്ട ഒരു വേറെ 2 പേര് വന്നല്ലോ. അത് ഒരു ലേഡിയും അവർ പക്ഷേ മാറി കയറുക. നമ്മൾ വിചാരിച്ചു ഇവരാണ് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്ന. വണ്ടി ഓടിക്കാൻ അവർ മാറി വണ്ടി ഓടിച്ച. പോയി ഇപ്പം വരും. അവരെന്തോ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഒരു കാറ് വന്ന് ക്രോസ് നിർത്തുകയും ചെയ്യും. പക്ഷേ കാർ അവരുടെ അല്ല, പക്ഷെ അവർക്ക് പോകാൻ ബുദ്ധിമുട്ട്. ഇവിടെ വെച്ചാണ് പോലീസുകാർ 2 വീലർ ഏതാന്ന് പിടിച്ചത്. ഇത് ജൂപ്പിറ്റർ കണ്ടോ, അവൻ അവിടെ എന്തോ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്പർ കാണാൻ പറ്റില്ലല്ലേ. അടുത്തവനും വന്നു. അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതെടുക്കാൻ വരിക. എന്തുവാന്നറിയില്ല. രണ്ടും എടുത്തോണ്ട് ഇത് ജൂപ്പിറ്ററും അപ്പുറത്ത് അവൻ പോയി. എറണാകുളം ഇടപ്പള്ളി പൂക്കാട്ടുപടി റോഡിൽ ഉണിച്ചിറയിലെ സൂപ്പർ മാർക്കറ്റിലാണ് ഇന്ന് പുലർച്ചെ മോഷണം നടന്നത്. ബൈക്കിലെത്തിയ 3 അംഗ സംഘം കൗണ്ടറിൽ സൂക്ഷിച്ചിരുന്ന പണം, വില കൂടിയ ചോക്ലേറ്റുകൾ, വെളിച്ചെണ്ണ, 3 മൊബൈൽ ഫോണുകൾ, ഐപാഡ്, വാച്ച് ഉൾപ്പെടെയുള്ളവ അടിച്ചെടുത്തു. ഹോൾസെയിൽ സ്ഥാപനമായതിനാൽ സ്റ്റോക്ക് നോക്കിയാൽ മാത്രമേ മോഷണം പോയ സാധനങ്ങൾ ഏതൊക്കെയെന്ന് അറിയാൻ കഴിയുകയുള്ളൂവെന്ന് സ്ഥാപന ഉടമ പറഞ്ഞു. ഇന്ന് രാവിലെ 8 മണിയോടെ കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം പുറത്തറിഞ്ഞത്. കടയുടെ പൂട്ടുപൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത് എന്നും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. നമ്പർ രണ്ടാമത്തെ ബാഗ് ഉണ്ട്. ഒരുത്തന്റെ കയ്യിൽ എന്തോ ഇരിപ്പുണ്ടല്ലോ. അവനാണ്ട വണ്ടിയുടെ താടി ഇരിക്കുന്ന കമ്പിക്കോട് നോക്കണേ. കണ്ടോ ഒരു വടിവാൾ എന്തോ ഉണ്ട്. കണ്ടോ ഒരു സാധനം കിട്ടുന്നത് കണ്ടോ. അതവിടെ കൊണ്ടുവെക്കും. അവൻ പോയി. മറ്റവൻ പോയി. ഇപ്പൊ അവൻ അവിടെ വണ്ടി വെച്ചിട്ട് നടന്നു വരുന്നതായിരിക്കും. മറ്റവനും പോയി. കണ്ടോ ഇവൻ ഷൂ കൈ പിടിച്ചിരിക്കുന്നുണ്ടോ. ഷൂ കൈയില്ല. അപ്പുറത്തോട്ട് ക്രോസ് ചെയ്തു കേട്ടാ. അപ്പുറം ക്രോസ് ചെയ്ത് നടക്കുന്ന 12:03 12:04 ഒരുത്തനിലൂടെ വരുന്നു. വന്നു വണ്ടിയുടെ ഇവിടെ കണ്ട. ഇവിടെ കണ്ട ഹെൽമെറ്റ് തന്നെ വെച്ചാണ്. ഈ വണ്ടിക്കകത്ത് അവൻ ശ്രദ്ധിക്കുന്നില്ല. അയാള് പറഞ്ഞ് ടീപ്പിച്ചാണ് കാണിക്കുന്നത്. റിഫ്ലക്ടർ ഉണ്ടല്ലേ. കണ്ടു നോക്കിക്കേ. കയ്യിലൊന്നും ഇല്ല കേട്ടോ. കൈ അവിടെ കൊണ്ടുവച്ചേ. ഇപ്പൊ അവൻ എടുത്ത് വണ്ടിയുടെ കീഴി എന്തുകൊണ്ട് വെക്കും നോക്കണേ. ഫോണല്ല ഗ്ലൗസ് ഇടുക. ഗ്ലൗസ് അവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് വലുതാക്കിയാൽ ക്ലിയർ ആവുമോ മുഖം? ഇല്ലല്ലേ. അവൻ താഴെ ഇരുന്നുണ്ടോ. അവിടെ ഇരുന്നിട്ട്
ഗ്ലൗസ് തന്നെ കയറ്റിയിട്ടു എന്നിട്ട് വണ്ടിക്കകത്തോട്ടാണല്ലോ വണ്ടിക്കകത്ത് ഇപ്പം നോക്കി ഗ്ലൗസ് തന്നെ കയറ്റിയിട്ടു. ഇപ്പം അവിടെ ഇരിക്കുക. പിന്നെ കുറച്ചു നേരം എന്നിട്ട് ഇനി ആ സാധനം എടുക്കാൻ പോയി. ഒപ്പ കൊണ്ടുവന്ന് വെച്ചതല്ലേ? ആദ്യം കൊണ്ടാ വെച്ചിട്ട് പോയത്. ഒന്നും അറിയില്ലണ്ടോ, ഒരു വടി പോലത്തെ സാധനം. അവിടെ കുറച്ചൊരു തോന്നുന്നു കേട്ടോ, അങ്ങനെയല്ലേ നമ്മൾ കണ്ടത്. അവരിപ്പം മറ്റവനും കൂടെ വരും, എല്ലാവരും കൂടെ വന്നിട്ടേ പണി തുടങ്ങും. അവനവിടെ സേഫായിട്ട് പാത്തിരിക്കാൻ. ഇത് കണ്ട വണ്ടി പോണ ടൂ വീലറൊക്കെ ഒന്നും ശ്രദ്ധയപ്പെടില്ല. അവിടെ രണ്ടെണ്ണം നിപ്പുണ്ടല്ലോ. ഇത് 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 അപ്പറേ അല്ലേ? നീ അവിടെ ബൈക്ക് വെച്ചിരിക്കുന്നു. അതുകൊണ്ട് എവിടെ തട്ടാൻ തുടങ്ങി. പക്ഷെ അവർ ഇവിടെ നിന്നാണ് വരുന്നത്. നോക്കിയോട്ടോ, അവർ ആ രണ്ടുപേര് മാറുന്നുണ്ടെന്ന് നോക്കണേ. അവിടെ ആള് നിപ്പുണ്ട്, രണ്ടുപേര് വർഗീസ് ചേട്ടൻ്റെ അങ്ങോട്ട് കയറുന്നിടത്ത്. അല്ല, രണ്ട് തലയുണ്ട് അവിടെ. നല്ലുന്നുണ്ട്. ഈ ക്യാമറ കിട്ടാതിരിക്കാൻ അവൻ പരമാവധി അപ്പൊ അവരവിടെ നിൽക്കുകയായിരുന്നു കേട്ടാ. അവരൊന്നും അടുത്ത് നോക്കിയ രീതി രക്ഷയില്ല കേട്ടാ. ഇല്ല, ഞാൻ പറയണതാണ്, അവർക്ക് എന്ത് സുരക്ഷിതമായിട്ട് അയാൾ ആ വണ്ടി കൊണ്ട് അയാളത് അറിഞ്ഞുകൊണ്ട് കൊണ്ടുവന്നിട്ടേക്കണം. അത് ഏതവനെങ്കിലും ആവട്ടെ, ഞാൻ അതാ പറയണത്. അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കും ആരെങ്കിലും. അതോ മറ്റേ വണ്ടി ഇട്ടേക്കണാണ് നമ്മുടെ, അതുപോലെ ഇട്ടാ പോരായിരുന്നു. ഇനി പൊരുത്തന്നെ എഴുന്നേറ്റാണ് നിങ്ങളുടെ ആ ക്യാമറ തട്ടണത്. ആ കോലുണ്ടെന്ന് തോന്നണം കേട്ടോ ജിജി. കോല് കൊണ്ടാണ് അവൻ ഇത് കണ്ടില്ല കേട്ടോ, ഭാഗ്യത്തിന് നമ്മുടെ ക്യാമറ കണ്ടില്ല. ഒരുത്തന് ഇവിടെ വന്ന് നോക്കിയിട്ടില്ലേ? അതാരെങ്കിലും വരണ്ടെന്ന് നോക്കി എനിക്കാണ്. മറ്റേ ക്യാമറ തട്ടാൻ വേണ്ടി പോവാ. അല്ല, ഒരുത്തന് ഇവിടെ ഇരുന്ന് തിരിഞ്ഞല്ലേ, അവൻ തിരിഞ്ഞല്ലേ. ഇപ്പൊ ഷട്ടർ വിളിക്കാൻ നോക്കിയല്ലേ, തിരിഞ്ഞായിരിക്കണവൻ. ഒരുത്തനപ്പുറത്തുണ്ട്, ഒരുത്തനപ്പുറത്തുണ്ട് ക്യാമറ തിരിക്കാൻ വേണ്ടി. ഒരുത്തൻ റോട്ടിൽ ഇറങ്ങിയിരിക്കാണ്. ബാഗൊക്കെ അവര് ഇതൊക്കെ ആയിട്ടാട്ടോ വന്നേ. ബാഗൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ടാവും. ഇങ്ങനെ ഒരാൾ വഴി നിൽക്കുമ്പോഴും ആളെ ശ്രദ്ധിച്ചങ്ങ് അങ്ങ് പോകത്തുള്ളൂ വണ്ടിക്കാര്. ഇങ്ങനെ ഉള്ളിലോട്ട് നോക്കാൻ നിൽക്കത്തില്ലല്ലോ. അതുപോലെ കൈ കാണിച്ചപ്പോൾ ആൾക്കാർ നിർത്തൂല. ഇതൊക്കെ ഏത് സൈസാന്ന് അറിയില്ലല്ലേ ഇപ്പൊ, അതുകൊണ്ട് ഒരുത്തന അവിടെ തട്ടിട്ടേച്ചും വന്നിട്ടാ. ഇപ്പൊ ഒരാളകത്തോട്ട് പോയാ ഇല്ലില്ല, കേറിയിട്ടില്ല അല്ലേ? അവൻ അവിടെ കൂട്ടിയിരുന്നു ഒരുത്തൻ. ഇത് തുറക്കാൻ എന്ത് സൗകര്യം, ഒരു മനുഷ്യൻ കാണൂല. ആ സൈസിലാണ് ഞാൻ ആ വണ്ടിയാണ് ഇന്ന് തല്ലി പൊളിച്ചോളേണ്ടത്. എനിക്ക് അവരോട് വെറുതെങ്കിലും പറയണം കേട്ടാ. അത് പറഞ്ഞോ അവള്. അപ്പൊ എന്താ പറയണ? കേസ് കൊടുക്കാൻ അവര് പോലീസുകാര് വണ്ടിക്കെതിരെ കേസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ആരാ ഡ്രൈവറെന്ന് ചോദിച്ചു. അതിനെക്കുറിച്ച് അവരോട് സംസാരിച്ചായിരുന്നു. പെർമനന്റ് ഡ്രൈവർ ആണോ? 7:19-21 ആയപ്പോൾ വണ്ടി എടുത്തോണ്ട് പോയി കാലത്തന്നെ. അത് ഞാൻ നോക്കിയായിരുന്നു ക്യാമറയില്. അയാൾ വന്ന് എന്ത് ചെയ്തെന്നറിയാമോ? വേഗം വന്ന് ബാക്ക് തുറന്നു. അപ്പൊ തന്നെ അയാൾ വണ്ടി എടുത്തോണ്ട് പോയി. വണ്ടി പോസ്റ്റായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. അത് അങ്ങോട്ടും കൂടെ നോക്കിയെങ്കിലും ആരെങ്കിലും വന്നിട്ട് അവർക്കും അറിയാം നീ 12 മണിക്കൊന്നും ആരും കിടന്നുറങ്ങില്ലെന്ന്. നീ കൈ കാണിക്കും അല്ല കടക്കുകയാണ്. അപ്പുറത്തോട്ട് കിടന്നേട്ടാ. എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കണേ. റോഡിലാണോ ജിമ്മിന്റെ അല്ല അപ്പുറത്തോട്ടാ വണ്ടി അവിടെ വെച്ചാക്കുന്നതെന്ന് തോന്നുന്നു. ആ ജിമ്മിന്റെ ഉള്ളിലോട്ട് പോയി, അകത്തോട്ട് കയറി. ആ പാർക്കിങ്ങിലോട്ട് കയറി. അതിന്റെ ഉള്ളിൽ ക്യാമറ ഉണ്ടോ ജിമ്മിന്റെ ഉള്ളിൽ? ഇല്ല, അതാ പറഞ്ഞപ്പം വർഗീസേട്ടൻ പറഞ്ഞത് വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞത്. അതാണ് വർക്കിംഗ് അല്ല, നേരത്തെ വർഗീസേട്ടന്റെ വീട്ടിലായിരിക്കും. ഇല്ല, അവിടെ ഒരു ക്യാമറ ഉള്ളതാ പുള്ളി വെച്ചാക്കുന്നത്.